ബേഴ്സൈറ്റിസ് അല്ലെ ടെൻഡിനൈറ്റിസ് എന്നൊക്കെ പറയും. ബേഴ്സൈറ്റിസിനെ കുറിച്ച് പറയാം. നമ്മളെ മസിലിന്റെ മേലൊക്കെ ഒരു മസിലിന്റെയും തോലിന്റെ അടിയിൽ ഒരു പാട ഉണ്ടാവും, വൈറ്റ് ബേഴ്സ, അതിന്റെ ഒക്കെ കവർ ചെയ്യുന്ന പാട. അതിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടെ നീര് കെട്ടുന്ന ബേഴ്സൈറ്റിസ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് ഷോൾഡറിൽ സബ് ഡെൽറ്റോയിഡ് സബ് അക്രോമി എന്ന് പറയും. അവിടെ ഫ്ലൂയിഡ് കെട്ടും. യൂഷ്വലി ഷോൾഡർ പെയിൻ ആയിട്ട് വരും, കുറച്ച് പൊക്കാൻ പറ്റും, അതിന്റെ മേലെ പൊങ്ങൂല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു ആർക്ക്, അവിടെ ബേഴ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ വന്നിട്ടുള്ള വേദന വരാറുണ്ട്. അതിന് STS ബേഴ്സൈറ്റിസ് എന്ന് പറയും. അത് നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുത്താൽ ഇമ്മീഡിയറ്റ് റിലീഫ് ഉണ്ടാകുന്ന കാര്യം. അതേപോലെ തന്നെ മറ്റേ ബേഴ്സൈറ്റിസ് ആണ് നമ്മളെ ബട്ടക്സിന്റെ അവിടെ വരുന്ന ഗ്രേറ്റർ ടൊക്കാൻഡ്രിക് ബേഴ്സൈറ്റിസ്, ഒരു ഇലിയോ ടൊക്കാൻഡ്രിക് ബേഴ്സൈറ്റിസ് എന്നൊക്കെ പറയാം. ഓരോ ജോയിന്റിലും മസിൽ വന്ന് ചേരുമ്പോൾ അതിന്റെ മേലെ പാടയിൽ നീര് കെട്ടുന്നു. അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സ്റേയിലൊന്നും കാണത്തില്ല. അത് നമ്മൾ അൾട്രാസൗണ്ട് വെച്ച് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇഞ്ചക്ഷൻ കൊടുത്താൽ റിസൾട്ട് വരും. അതേപോലെ തന്നെ നമ്മളെ പെസ് അൻസറീന ബേഴ്സൈറ്റിസ്, മുട്ടിന്റെ താഴെ കാൽമുട്ട് ജോയിന്റെ താഴെ നീര് വരും. പെസ് അൻസറീന എന്ന് പറഞ്ഞ ഏരിയയിലൊക്കെ വരുന്ന ഇതിനാണ് പെസ് അൻസറീന ബേഴ്സൈറ്റിസ്. അതും ക്ലിനിക്കലി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്കത് സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരം ബേഴ്സൈറ്റിസ് നമ്മൾ ചെറിയ ലോ ഡോസ് സ്റ്റിറോയിഡും ലോക്കാനസ്റ്റം മിക്സ്ചർ കൊടുത്താൽ ഇമ്മീഡിയറ്റ് റിലീഫ് ഉണ്ടാകും. ഇത്ര ഒരുപാട് ബേഴ്സുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതെല്ലാം ക്ലിനിക്കലി കണ്ടുപിടിച്ചിട്ട് സാധാരണ ഇതിൽ എക്സ്റേയിലും റിസൾട്ടിലും കാണാത്ത കാര്യമാണ് ബേഴ്സൈറ്റിസ് പറയുന്നത്. അത് കണ്ടുപിടിച്ച് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിൽ സംസാരിക്കാം. താങ്ക് യു.